2025 ന്യൂമറോളജിക്കൽ പ്രകാരം നിങ്ങൾക്ക് എന്തു ഫലമാണ് നൽകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ ഈ വർഷം 2025 എന്ന വർഷത്തിൻ്റെ സംഖ്യയും നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ സംഖ്യയും കൂടി കൂട്ടിയാൽ ലഭിക്കുന്നത് 8 എന്ന സംഖ്യ ആണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, ഞാൻ പറയാം. ഈ വർഷം നിങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും തന്നെ തലയിട്ട് പ്രശ്നങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നതാണ് വളരെയേറെ നല്ലത്. അതായത് വർഷം മൊത്തത്തിൽ, കാരണം 8 എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരാളുടെ കാര്യത്തിലും അഭിപ്രായം പറയാൻ പോകരുത്, ആരുടെ കാര്യത്തിലും ഇടപെടാൻ പോകരുത്. അതായത് സ്വന്തം കൂടപ്പിറപ്പുകളായിരുന്നാൽ പോലും നിങ്ങൾ അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുവാൻ പാടുള്ളതല്ല. ഭാര്യയോടാണെങ്കിൽ പോലും അവർ ഒരു കാര്യം പറഞ്ഞാൽ തർക്കത്തിന് പോകുവാൻ പാടുള്ളതല്ല. ചില കുടുംബങ്ങളെല്ലാം ബന്ധം ഇപ്പോൾ പിരിയണോ നാളെ പിരിയണോ എന്ന് പറഞ്ഞിരിക്കുന്ന ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്, കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിസ്സാര കാര്യത്തിന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഈ 8 എന്ന സംഖ്യ കിട്ടുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത്, ഇത് വഴിയെ പോകുന്ന വയ്യാവേലിയെടുത്ത് തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഇതായിട്ട് തന്നെയായിരിക്കും മാറുക എന്നുള്ളത് മനസ്സിലാക്കുക. 100% അതങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് യാതൊരുവിധ വഴക്കുകളും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല, യാതൊരു കാര്യത്തിൽ ഇടപെടാൻ പാടുള്ളതല്ല. ജാമ്യ വ്യവസ്ഥകളിലൊന്നും പോയി ആർക്കും പോയി ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങാൻ പാടുള്ളതല്ല. എന്താണെന്ന് വെച്ചാൽ ഈസാഫ് പോലുള്ള ഇതിലൊക്കെ പോയിട്ട് മറ്റൊരാൾ കൂടെ ജാമ്യം നിൽക്കുമ്പോൾ നമുക്ക് പണം കിട്ടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ദയവായി അത്തരം കാര്യങ്ങളിലൊന്നും കൂട്ടുചേർന്ന് പോയി അണിചേർന്ന് ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങാനായിട്ട് പോകരുത്. ഒപ്പമുള്ള ആൾ അടച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പണിയാവും. നിങ്ങൾ തന്നെ വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയമായിരിക്കും അത്. അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയിലൊക്കെ കലാശിക്കുന്ന ഒരു സാഹചര്യം, സ്ത്രീകൾ തമ്മിൽ അടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അവിടെ വരും. അതിനെ ഏറ്റുപിടിച്ച് പുരുഷന്മാർ അടിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ സത്യത്തിൽ 8 എന്ന സംഖ്യ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും വല്ലതും ഒക്കെ സാധിക്കും. അതായത് എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ പോയി ഇടപെടാവൂ. അത് അത്രത്തോളം വിശ്വാസ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോയി ഇടപെടാവൂ. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നടക്കുക. വർഷം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കാം. 2026, 27, 28 കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കും കാര്യങ്ങൾ നടക്കുക. എന്നാലും ഈ വർഷം പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യമുണ്ടായിരുന്ന തടസ്സം മാറി പൂർണ്ണമായ ഒരു വിജയം ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈശ്വരനിൽ അഭയം പ്രാപിക്കുക. ജാതി മത വ്യത്യാസമൊന്നുമില്ല. ജനിച്ച വർഷം എല്ലാ ജാതിക്കാർക്കും ഒരേപോലെ തന്നെയായിരിക്കും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും 1986 എന്ന വർഷത്തിൽ ജനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും 1986 തന്നെ ആയിരിക്കും. അതുപോലെ എല്ലാ വർഷത്തിലും എല്ലാ മതത്തിലും ഉള്ള ആൾക്കാർ ജനിക്കുന്നുണ്ട്. അപ്പോൾ സംഖ്യാശാസ്ത്രത്തിൽ ഇത് 100% അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ വർഷത്തിൻ്റെ പകുതിയോളം എത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവുകയും അവിടേക്ക് നിങ്ങൾക്ക് കരകയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയമാണ്. പിന്നെ മറ്റുള്ള എന്ത് കാര്യത്തിന് നിങ്ങൾ ആർജവത്തോടുകൂടി ഇറങ്ങിയാലും അവിടെയൊക്കെ ആ കാര്യം വിജയത്തിലെത്തുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയെങ്കിലും സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു സഹായ ഹസ്തം കിട്ടുന്ന സമയമാണ്. ബാങ്ക് പരമായ ഇടങ്ങളിൽ, നാഷണലൈസ് ബാങ്ക് പരമായ ഇടങ്ങളിൽ ലോൺ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ പല വിധത്തിലും ഈ പകുതി ഏപ്രിൽ മെയ് കഴിയുന്നതോടുകൂടി തന്നെ ഒരു മാറ്റം വരികയും തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് തുറക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. ചിലർക്ക് എങ്കിലും അവരുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഇതൊക്കെ അനുകൂലമായി വരികയാണെങ്കിൽ മാർച്ചോടുകൂടിയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. എന്നിരുന്നാൽ തന്നെയും ഈ 7 കഴിഞ്ഞ് 8 വരുന്ന ഈ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കോടതി കേസ് വഴക്കുകൾ ഇത്തരം ഉണ്ടാകും. എന്തെന്ന് വെച്ചാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ മറ്റിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് അറിഞ്ഞ് ഒരു കാര്യത്തിൽ ഇടപെടാതെ ഇരുന്നാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയമായിരിക്കും ഉണ്ടാവുക. വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് 18ൻ്റെ പണി കിട്ടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അറിഞ്ഞ് ഞാൻ പോകാതിരുന്നത് വളരെയേറെ നന്നായി, ഇത് കേട്ടത് വളരെയേറെ നന്നായി എന്ന് തോന്നുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ പുസ്തകത്തിലോ പോക്കറ്റിലോ വേണമെങ്കിൽ എഴുതിയിട്ടോളൂ ഇത് നടക്കുമോ ഇല്ലയോ എന്ന്. അതിന് ശേഷം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്
കമൻറ്റ് ചെയ്യണം എന്തൊക്കെ സംഭവിച്ചതെന്ന്. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ജനിച്ച വർഷവും അതുപോലെ ഈ 2025 എന്ന വർഷവും തമ്മിൽ കൂട്ടി എഴുതി കിട്ടുന്നത് എത്രയാണോ സംഖ്യ, അതിൻ്റെ ഫലം എല്ലാം ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1 മുതൽ 9 വരെയുള്ള സംഖ്യാക്കാരുടെ ഫലമെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ലക്കി ലൈൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു നല്ല ഫലം അവിടെ ലഭിക്കുകയും ആർക്കെങ്കിലും ഒരു മോശം കാലം അവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും നിങ്ങൾക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പോഴപ്പോഴായിട്ട് വരുന്ന പ്രഡിക്ഷനുകളെല്ലാം നോക്കിയിട്ട് അത് നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല എന്നൊന്നും പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഇവിടെ വരുന്നില്ല. നിങ്ങളുടെ ജനിച്ച വർഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിനക്കിത് നടക്കും, ഇന്ന വർഷത്തിൽ ഇത് സംഭവിക്കും എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം അത് അറിയാൻ കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ കുടുംബത്തിൽ മറ്റൊരാളുടെ ഇത് പരിശോധിക്കുമ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് കലഹമുണ്ടാകുമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? കലഹമില്ലാത്ത രീതിക്ക് കലഹമുണ്ടാകുമെങ്കിൽ മൗനം പാലിക്കണം. അത്ര തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. പുറത്തിറങ്ങി പോയി ജാമ്യ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത് പണം എടുക്കാൻ പോയി കഴിഞ്ഞ് പ്രശ്നമുണ്ടാകുമെങ്കിൽ പോകാതെ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വർഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതല്ലേ വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ന്യൂമറോളജിയുടെ ഈ ഒരു ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ കോമൺ തന്നെയായിരിക്കും. അതാത് വർഷങ്ങളും ജനിച്ച വർഷങ്ങളും കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും അതിൻ്റേതായ വ്യത്യാസവും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവരവരുടെ രാശികൾ മാറിയാലും ജനിച്ച വർഷത്തിൻ്റെ സംഖ്യയ്ക്ക് മാറ്റമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു ആണിക്കല്ല് തന്നെയാണ് ജനിച്ച വർഷത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷം ആയി മാറട്ടെ, സർവ്വവിധ ഐശ്വര്യങ്ങളും വരട്ടെ. അതുകൊണ്ട് മനക്കരുത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ 8 എന്ന സംഖ്യ വന്നവരൊക്കെ മുന്നോട്ട് പോകുവാൻ തയ്യാറെടുത്തുകൊള്ളുക. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും.